ഗസയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവിന്റെ 3 മക്കൾ കൊല്ലപ്പെട്ടു. ഇസ്മായിൽ ഹനിയയുടെ 3 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടതായി വിവരമുണ്ട്. പെരുന്നാൾ ദിനത്തിൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ആക്രമണമുണ്ടായത്. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മെറിൻ, പെരുന്നാൾ ദിനത്തിൽ ഈ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിക്കാൻ ഇവർ പോയതിനിടയിലാണ് ആക്രമണമുണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഹമാസ് നേതാവിന്റെ കുടുംബത്തെ ലക്ഷ്യമിട്ട് തന്നെ നടന്ന ആക്രമണമാണോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുണ്ടോ മെറിൻ? റിജിത്ത്, ഗസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയുടെ 3 മക്കളും അതുപോലെ തന്നെ 4 പേരക്കുട്ടികളും ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഹമാസ് തന്നെ ഇപ്പോൾ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. ഈദ് ദിനത്തിൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ഇവർ സന്ദർശനം നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിലാണ് ഇപ്പോൾ ഇവർ കൊല്ലപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഒരു ആക്രമണം കുടുംബാംഗങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ആക്രമണത്തിൽ നിന്നും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഹമാസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള നീക്കത്തിൽ തങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകില്ലെന്ന് ഹമാസ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഗസയിൽ വെടിനിർത്തലിനെ സംബന്ധിച്ച് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ തന്നെ ഇതിനകത്ത് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഇവർ തീവ്രവാദ പ്രവർത്തനം നടത്തി എന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് ഈ ഒരു ആക്രമണത്തെ വിലയിരുത്തപ്പെടുന്നത്. ഈദ് ദിനത്തിൽ തന്നെയായിരുന്നു ഈ ഒരു ആക്രമണം. ഈ ഒരു ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ സന്ദർശിക്കാനെത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഇവർ സഞ്ചരിച്ച കാറിന് നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടാകുകയായിരുന്നു. ഗസയിലും അതുപോലെ തന്നെ റഫേലും ആക്രമണം കടുപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു, റഫേൽ കരയാക്രമണം നടത്തുന്നതിനുള്ള തീയതി നാൾ കുറിച്ചു കഴിഞ്ഞു, ഉടൻ തന്നെ ഇത് ഉണ്ടാകുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. ഈ ഒരു പ്രതികരണങ്ങളുടെ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഹമാസ് നേതാവിന്റെ മക്കളും അതുപോലെ തന്നെ പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരിക്കുന്നത്. റിജിത്ത്, ശരി. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.